2025 മാർച്ച് 29-നാണ് വൻ ആഘോഷത്തോടെ പുനലൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് പുനലൂർ നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥയാണ്. മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത സ്ഥിതി. പുനലൂരിന്റെ വിവിധയിടങ്ങളിലെല്ലാം ചീഞ്ഞു നാറുകയാണ്. മാലിന്യങ്ങൾ തെരുവ് നായ്ക്കൾ വലിച്ചിഴയ്ക്കുന്ന കാഴ്ചയും പലയിടത്തും കാണാം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ 1027 തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ മികവിലെത്തി എന്ന് സർക്കാർ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് പുനലൂരിന്റെ ഈ അവസ്ഥ. 2025 മാർച്ച് 29 നാടും നഗരവും ഇളക്കിമറിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പുനലൂർ നഗരസഭയെ പ്രഖ്യാപിച്ച ദിവസം. 35 വാർഡുകളും മാലിന്യമുക്തമാക്കിയായിരുന്നു നഗരസഭയുടെ ഈ വലിയ പ്രഖ്യാപനം. നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ പ്രതിജ്ഞയെടുത്തവരൊക്കെ എല്ലാം മറന്നു. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച പുനലൂർ നഗരസഭയുടെ പല കോണുകളിൽ നിന്നുള്ള കാഴ്ച ഇനി കാണും. KSRTC പരിസരവും പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ പരിസരവും MLA റോഡും ലിങ്ക് റോഡുകളും എന്ന് വേണ്ട പുനലൂരിന്റെ വിവിധയിടങ്ങളെല്ലാം തന്നെ ചീഞ്ഞു നാറുകയാണ്. മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉള്ളതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഈ റോഡ് സൈഡിൽ ഇടുന്നത് കൊണ്ടാണ് ഈ പട്ടികൾ ഇവിടെ വന്നിട്ട് പിന്നെ കമ്പടിച്ചിറക്കുന്നത്. പുനലൂർ നഗരസഭ കാര്യാലയത്തിന്റെ മൂക്കിനു താഴെ വരെ മാലിന്യ കൂമ്പാരം. മാലിന്യങ്ങൾ അത്രയും നീക്കം ചെയ്യാതെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട നഗരസഭാ അധികാരികൾ കാട്ടിക്കൂട്ടിയ മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനത്തോട് പ്രതിപക്ഷത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ പ്രഖ്യാപന വേദിയിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നത്. പട്ടണത്തിന്റെ എല്ലാ ഭാഗങ്ങളും മാലിന്യം നിറഞ്ഞു നിൽക്കുക. ഇത് നീക്കം ചെയ്യാൻ കഴിയാത്ത പുനലൂർ നഗരസഭ ഓഫീസിന്റെ 100 മീറ്ററിനുള്ളിൽ പോലും മാലിന്യം നീക്കം ചെയ്യാൻ കഴിയാത്ത പുനലൂർ നഗരസഭ 35 വാർഡുകളെയും മാലിന്യമുക്തമാക്കി അല്ലെങ്കിൽ ആക്കും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടിയിൽ സംബന്ധിക്കാഞ്ഞത്. യഥാർത്ഥത്തിൽ പുനലൂരുള്ള ആളുകളെ അപമാനിക്കുന്ന അപഹസിക്കുന്ന രീതിയിലാണ് നഗരസഭ കൊട്ടിഘോഷിച്ച് ചെണ്ടമേളത്തോടുകൂടി ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത്. പട്ടണത്തെ മാലിന്യമുക്തമാക്കുന്നതിന് നഗരസഭയ്ക്ക് ഒരു ചെറുവിരൽ അനക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. മാലിന്യ സംസ്കരണത്തിൽ കുറച്ചുനാൾ മുമ്പ് വരെ കേരളത്തിനു മാതൃകയായിരുന്നു പുനലൂർ നഗരസഭ. മാലിന്യങ്ങളിൽ നിന്നും മനോഹരമായ ശില്പങ്ങൾ ഒരുക്കിയുള്ള പ്ലാച്ചേരിയിലെ പാർക്കു കാണാൻ അന്യനാടുകളിൽ നിന്ന് പോലും ആൾക്കാർ എത്തിയിരുന്നു. അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന MA രാജഗോപാൽ തുടങ്ങിവച്ച ഈ പാർക്കിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പോലും തുടർന്നു വന്ന ഭരണസമിതികൾക്കായില്ല. മാത്രമല്ല, സമീപ തദ്ദേശ സ്ഥാപനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യവാഹിയായ നഗരസഭയായി പുനലൂർ നഗരസഭ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കല്ലടയാറിന്റെ കൈവഴികളിൽ കക്കൂസ് മാലിന്യം വരെ നിറയുന്നു. ഞാൻ ഈ നിൽക്കുന്നത് വെട്ടിപ്പുഴ തോടിൻ്റെ അടുത്താണ്. നമ്മുടെ സകലമായ അഴുക്കുകളും വേസ്റ്റുകളും മൊത്തം ഇതിനകത്തൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് കണ്ടില്ല, മൊത്തം നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ വരെ അതിനകത്തിൽ കിടക്കുകയാണ് മൊത്തം. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഓരോ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെത്തി ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ശേഖരണ രീതിയല്ലെന്നാണ് ആക്ഷേപം. അജൈവ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് മാത്രം എടുക്കും. തുണിയും ഗ്ലാസുമൊക്കെ ചാർട്ടിലുണ്ടെങ്കിലും നഗരസഭ ശേഖരിക്കില്ല. അതൊക്കെ വീടുകളിൽ തന്നെ കുന്നുകൂടുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി പലയിടത്തും വെച്ച സംവിധാനങ്ങളും കാടുകയറി നശിക്കുന്നു. ഈ സ്ഥാപിച്ചിരിക്കുന്ന ബിന്നുകളിൽ അജൈവ മാലിന്യങ്ങളാണ് കൊണ്ടുവെക്കാൻ നമ്മൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാഹനങ്ങളിലും മറ്റ് ജനങ്ങളും ഈ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് ഈ ബിന്നിന് സമീപത്തിടുന്നത് കൊണ്ട് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ വർദ്ധിച്ചു വരികയാണ്. ചീഞ്ഞുനാറുന്ന പുനലൂരിനെ ഇനിയെങ്കിലും മാറ്റിയെടുത്തില്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ ഈറ്റില്ലമായി പുനലൂർ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ വഴിനീളെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന പുനലൂർ നഗരസഭയെയാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിനു വേണ്ടി പൊടിച്ച കാശിന്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രഹസനങ്ങളെന്നും ചോദിക്കുന്നു. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട
ഒരു വിമർശനം. വലിയ രീതിയിൽ പൊറുതിമുട്ടുന്നുണ്ട് നാട്ടുകാർ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതും ഒരു അനിവാര്യതയാണ്. എന്തായാലും അത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ റിപ്പോർട്ട് വയ്ക്കുകയാണ്.